വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. രാവിലെ തന്നെ ഒരു കൊച്ചു കഥ പറയാമെന്ന് വിചാരിച്ചു. നല്ലൊരു കഥയാണ്. ഒരിക്കലൊരു കള്ളൻ, അതായത് സകലവാദ തോന്നിയാസങ്ങളും തന്ത്രതരങ്ങളും ചെയ്ത് മനുഷ്യർക്കും സമൂഹത്തിനുമൊക്കെ ഒരു വലിയ പ്രശ്നമായി മാറിയ ഒരു കള്ളനെ പോലീസ് പൊക്കി കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്നു ജഡ്ജിന് മുമ്പിൽ നിർത്തി. ജഡ്ജി ഇവനെയും കള്ളൻ ജഡ്ജിനെയും നോക്കിയപ്പോൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടു. കാരണം ഈ കള്ളൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ഈ ജഡ്ജി. ഇവരൊരുമിച്ച് ആദ്യകാലങ്ങളിൽ സകലമാന കള്ളത്തരങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും ഒരുമിച്ച് നടന്നിരുന്നവരാണ്. അതിനുശേഷം എങ്ങനെയോ, ഏത് വഴിയെന്നറിയില്ല, ഏതോ വഴിയിലൂടെ ഒരുവൻ ജഡ്ജുമായി, മറ്റവൻ അവൻ്റെ മോഷണ കലാപരിപാടികൾ തുടർന്നുകൊണ്ട് വരുന്നു. എന്തായാലും ജഡ്ജിനെ കണ്ടപ്പോൾ കള്ളന് സന്തോഷമായി. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ജഡ്ജുമായിട്ട് പേഴ്സണലായിട്ടും സംസാരിക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും ചേംബറിൽ പേഴ്സണലായിട്ട് സംസാരിക്കാനായിട്ട് പോയി. അപ്പോൾ ജഡ്ജിനെ കണ്ടപ്പോൾ കള്ളൻ പറഞ്ഞു, നിൻ്റെ മുൻകാല ചരിത്രങ്ങൾ മുഴുവൻ എനിക്കറിയാവുന്നതുകൊണ്ട് എന്നെ ഏതെങ്കിലും വിധത്തിൽ വിധിച്ചാൽ പഴയകാല കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും. അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിന്നെ ഞാൻ നാറ്റിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജി പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നമുക്കൊരു സമവായം ഉണ്ടാക്കാം. ആ സമവായം അനുസരിച്ച് ഞാനൊരു വിധി അങ്ങ് പ്രഖ്യാപിക്കും. ആ വിധി അനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ദയവ് ചെയ്ത് എന്നെ സമൂഹത്തിൽ വലിച്ചു കയറാനായിട്ട് എന്നെ നഗ്നനാക്കി വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. അവസാനം ജഡ്ജ് ചേംബറിൽ ഉപസ്ഥിതനായി. അതിനുശേഷം അദ്ദേഹം തൻ്റെ വിധി പ്രസ്താവിക്കുകയാണ്. വാദങ്ങൾക്ക് ശേഷം വിധി പ്രഖ്യാപിക്കുന്നു. ആ വിധി ഇങ്ങനെയാണ്: ഈ കള്ളൻ എന്ന് പറഞ്ഞ പേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന വ്യക്തിയുടെ പുറകെ പോലീസ് ഇവനെ അന്വേഷിച്ച് നടന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം. പോലീസ് ഇവൻ്റെ പുറകെ നടന്ന് ഇവനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു കേസുണ്ടാകുമായിരുന്നില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ കാരണം ഈ പോലീസിൻ്റെ പുറകെ നടന്ന് ഇവനെ പിടിച്ചതാണ്. അതുകൊണ്ട് ഇനി മേലാൽ ഇവൻ എന്ത് പണിക്ക് പോയാലും അവൻ്റെ പിന്നാലെ പോലീസ് പോകാൻ പാടില്ല എന്നൊരു സമവായം ഉണ്ടാക്കി അതിനുശേഷം ആ കേസ് അവസാനിപ്പിച്ചു. അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് സമൂഹത്തെയും തന്നെയും രക്ഷിക്കാനായിട്ട് ഈ ജഡ്ജിന് സാധിച്ചു. അപ്പോൾ ജഡ്ജും ഹാപ്പി, കള്ളനും ഹാപ്പി, ഒരു പണിയെടുക്കേണ്ടാത്തത് കൊണ്ട് പോലീസുകാർ ഹാപ്പി. ഈ കഥയുമായിട്ട് നിലവിലെ ഏതെങ്കിലും സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രം, മനഃപൂർവ്വമല്ല കേട്ടോ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.